മാറാടിനെ ചൂണ്ടി ജമാഅത്തെ ഇസ്ലാമി വീണ്ടും നുണകളുമായി ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരോടും ജമാഅത്തെ ഇസ്ലാമി പ്രചാരണം നടത്തുന്ന കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDF-നോടും ചില കാര്യങ്ങൾ പറയട്ടെ. ഇത് ചില പത്രവാർത്തകളാണ്. തലക്കെട്ട് നോക്കുക: മാറാട് കലാപം RSS-ന് വഴങ്ങി മുഖ്യമന്ത്രി ലീഗ് മന്ത്രിമാരെ ഒഴിവാക്കി. എന്നാൽ പിണറായി അന്നത്തെ ബേപ്പൂർ MLA VKC മുഹമ്മദ് കോയയും എളമരം കരീമിനെയും കൂട്ടിയാണ് അവിടെ എത്തിയത്. ആരുടെയും അനുമതി പിണറായിക്കും സംഘത്തിനും തേടേണ്ട കാര്യമില്ല. അവിടെ എത്തിയ പിണറായിയെ RSS പ്രവർത്തകർ തടയുകയും നിന്റെയൊക്കെ ശാഖയിലല്ല മരണ വീട്ടിലാണ് വന്നതെന്നും പിണറായി പറഞ്ഞു എന്നത് അന്നത്തെ മാധ്യമ പ്രവർത്തകർക്ക് അറിയാവുന്നതാണ്. RSS-ന്റെ അനുമതി വാങ്ങി മാറാടേക്ക് പോകാൻ ഇറങ്ങിയ ആന്റണി അല്ല പിണറായി. തലശ്ശേരി കലാപ സമയത്ത് സമാധാനമുണ്ടാക്കാൻ ചുവന്ന കൊടിവച്ച കാറിൽ തലശ്ശേരിയിൽ ഉടനീളം സഞ്ചരിച്ച് സമാധാനം കൊണ്ടുവന്ന ആളാണ് പിണറായി. 2001-ൽ ലീഗിനൊപ്പം NDF എന്ന തീവ്രവാദികളും ചേർന്ന് UDF-ന് വലിയ വിജയം നേടാനായി നാദാപുരത്ത് നിസ്കാരപ്പായയിൽ CPM പ്രവർത്തകൻ ബലാത്സംഗം ചെയ്തു എന്ന പച്ച നുണ പ്രചരിപ്പിച്ചു. അങ്ങനെ നേടിയ വൻ വിജയത്തിൽ പോലും ഒരു കലാപം ഒതുക്കി നിർത്താൻ UDF-നോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല. അവരിന്നും ഇറങ്ങുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി നുണ പ്രചാരണങ്ങളുമായി. നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ്. ആ UDF ആണ് ഇന്ന് NDF-ന് പകരം ജമാഅത്തെ ഇസ്ലാമിയാണ് കൂട്ട്.